നമുക്കൊപ്പം പത്തനംതിട്ട രൂപത അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ സാമുവൽ മാർ ഇറാനിയോസ് അതിഥിയായി ചേരുന്നുണ്ട്. ഡോക്ടർ സാമുവൽ മാർ ഇറാനിയോസ്, എല്ലാവർക്കും ഒരു കാര്യമേ പറയാനുള്ളൂ. അദ്ദേഹത്തിൻ്റെ ജീവിതം അത് മനുഷ്യർക്ക് വേണ്ടി മാറ്റിവെച്ചു, ലോകത്തിനു വേണ്ടി സംസാരിച്ചു, സമാധാനത്തിന് വേണ്ടി സംസാരിച്ചു, സ്നേഹത്തിൻ്റെ വക്താവായി എന്നും നിലകൊണ്ടു. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ അദ്ദേഹം സ്വീകരിച്ചത് ഫ്രാൻസിസ് എന്ന പേര് സാധാരണ പതിവുകൾ വിട്ട് ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ചത് തന്നെ ദൈവസ്നേഹത്തിൻ്റെ ഒരു വക്താവായി തീരാൻ തൻ്റെ ജീവിതം സമർപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദൈവത്തിന് ഒരു നിർവചനമേ ഉള്ളൂ: ദൈവം കാരുണ്യമാണ്. അപ്പോൾ കാരുണ്യം അർഹിക്കുന്ന എല്ലായിടത്തും എല്ലാവർക്കും കാരുണ്യമാണ് ആവശ്യം. കാരുണ്യം അർഹിക്കുന്ന എല്ലാവരോടും യാതൊരു വിഭാഗീയതയും കൂടാതെ, യാതൊരു പക്ഷപാതവുമില്ലാതെ കാരുണ്യം കാണിക്കുക എന്നുള്ള സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതുകൊണ്ടാണ് എവിടെ പീഡ ഏൽക്കുന്നവരുണ്ട്, എവിടെ അനീതിക്ക് വിധേയരാകുന്നവരുണ്ട്, അവിടെ ശബ്ദിക്കാൻ ഒരു സ്വരമുണ്ടായിരുന്നു, നിലയ്ക്കാത്തൊരു സ്വരം. ആ സ്വരമാണ് ഇപ്പോൾ ഇവിടെ നിലയ്ക്കുന്നത്. മതിലുകൾ പണിയാൻ ശ്രമിച്ചിടത്ത് പറഞ്ഞു, മതിലുകളല്ല പണിയേണ്ടത്, വാതിലുകളാണ് ഉണ്ടാകേണ്ടത് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിനുവേണ്ടി ജീവൻ സമ്പൂർണമായി സമർപ്പിച്ചു. മറ്റുള്ളവരുടെ വിമർശനം, ആ വിമർശനങ്ങൾ ധാരാളം ഉണ്ടായി. പക്ഷെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ ഒരു മാറ്റവും ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്നവരെ സംബന്ധിച്ചിടത്തോളം കണ്ടിട്ടുള്ള ഞങ്ങൾക്കെല്ലാവർക്കും, അദ്ദേഹത്തിൻ്റെ സ്നേഹം അനുഭവിച്ചിട്ടുള്ള ഞങ്ങൾക്കെല്ലാവർക്കും പറയാൻ സാധിക്കുന്നതും അതുതന്നെയാണ്. അവിടെ ഓരോ വ്യക്തിയെയും അദ്ദേഹം വ്യക്തിയായി കണ്ട് സമീപിക്കുന്നു. അദ്ദേഹത്തിന് ആദ്യം അന്വേഷിക്കുന്നതും അറിയേണ്ടതും ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവരുടെ കാര്യങ്ങളിൽ താല്പര്യമെടുക്കുക എന്നുള്ളതാണ്. ആ നിലയിലാണ് എപ്പോഴും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതിന് തക്കവണ്ണം തൻ്റെ ജീവിതത്തെ കഠിനാധ്വാനത്തിന് വിധേയമാക്കി വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് ഈ വർഷങ്ങൾ ഈ ലോകം മുഴുവനും സഞ്ചരിക്കാൻ അദ്ദേഹം തയ്യാറായത് ഈ ലോകത്തെ എല്ലാ ഭൂഖണ്ഡങ്ങളെയും എല്ലാ ഭൂപ്രദേശങ്ങളെയും ഒരുപോലെ ഉൾക്കൊള്ളുവാൻ, ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ കരുണ, അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി അത് മാത്രമാണ്. അവിടെ വാദത്തിന് വേണ്ടി ഒരുപക്ഷെ പല കാരണങ്ങൾ കണ്ടെത്താൻ സാധിക്കുമായിരിക്കും. പക്ഷേ ആദ്യത്തെ പ്രയോറിറ്റി, മുൻഗണന കാരുണ്യം അർഹിക്കുന്നവരിലാണ്, അവർക്കാണ് മുൻഗണന. അങ്ങനെയുള്ള ഒരു മുൻഗണന അദ്ദേഹം നൽകി ജീവിച്ചു. അതുകൊണ്ടാണ് ഈ ഗാസയിലുള്ളവരെ സംബന്ധിച്ചായാലും കുടിയേറ്റക്കാരെ സംബന്ധിച്ചായാലും ലോകത്തിൽ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകളുടെ, പീഡനങ്ങളുടെ, നിഷേധത്തിൻ്റെ സന്ദർഭങ്ങളിലായാലും ഉറച്ച നിലപാടുകൾ സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തെ പറ്റി ഈ അവസരത്തിൽ അനുസ്മരിക്കാനുള്ളത്. ഒരു ഓർമ്മയാണ് ഈ 2005 കോൺക്ലേവിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അന്ന് ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ ഒപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും പേര് പരിഗണിച്ചിരുന്നു. പക്ഷേ തന്നെ പരിഗണിക്കേണ്ടതില്ല എന്ന് അവിടെയുള്ള കർദിനാൾമാരോട് പറഞ്ഞ് വോട്ടെടുപ്പിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അങ്ങനെയൊക്കെ ചെയ്യുക അത് എളുപ്പമുള്ളൊരു കാര്യമല്ല. അത് 2005 ഒരുപക്ഷേ ദൈവത്തിൻ്റെ സ്വരം അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടാവും. ആ ഒരു കാലഘട്ടത്തിലേക്ക് ബെനഡിക്ട് 16 വരേണ്ടത് എന്നൊരു പക്ഷേ അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നിരിക്കാം. എന്നാൽ 2012 അദ്ദേഹം അതിന് തയ്യാറായത്
അതും ഒരു ദൈവികമായ ആ ഒരു പ്രചോദനം, സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാവണം. പ്രായമായി, രോഗാവസ്ഥയിലാണ്, പക്ഷേ അപ്പോഴും ആത്മധൈര്യത്തോടെ അതേ ഉത്തരവാദിത്തത്തെ ഏറ്റെടുക്കാൻ ഇടയായത് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ ഒരു പ്രചോദനത്തിന് തന്നെ സമർപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഈ ഒരു കാലഘട്ടത്തിൽ എൻ്റേതായ ഒരു എനിക്ക് വഹിക്കാനുള്ള ഒരു ദൗത്യമുണ്ട് ഈ കാലഘട്ടത്തിൽ എന്നുള്ള ബോധ്യത്തോടെയാണ്. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടവും ആ കാലഘട്ടത്തെ അതിജീവിക്കുന്ന ഒരു തലമുറ, ആ തലമുറയ്ക്ക് നേതൃത്വം നൽകാൻ, ലോകത്തിൽ നേതൃത്വം നൽകാൻ ഉള്ള ഒരു വിളി, ആ വിളി സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. വ്യക്തിപരമായ താല്പര്യങ്ങളല്ല, ദൈവനിയോഗം, ഈശ്വര നിയോഗമാണ് പ്രധാനം എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ട് ദൈവഹിതം മനസ്സിലാക്കി അതിനോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം അദ്ദേഹം പുലർത്തി.